നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക പ്രയാസകരമേറിയ കാര്യമാകുന്നു. എന്നാൽ ദേവി നിങ്ങൾക്കായി നൽകാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങൾ, ചില അത്ഭുതകരമായ കാര്യങ്ങൾ അത് എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ചെയ്യേണ്ടത് ആദ്യം ദേവിയെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. ഇരു ദേവതകളെയും കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം, സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ക്ലേശങ്ങൾ അകന്നു പോകണം എന്നും ഈ സമയം ദേവിമാരോട് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ ഏവരും ശ്രമിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ദേവതകളിൽ ഒരു ദേവതയെ തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് ഭദ്രകാളി ദേവിയാകുന്നു. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ വരാഹി ദേവിയുടെ ചിത്രമാണ്. രണ്ട് ദേവിമാരിൽ ഒരു ദേവിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അമ്മേ ശരണം എന്നോ വജ്രഘോഷമെന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ മാറ്റങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ലാഭം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദേവിമാരുടെ അഥവാ ഭദ്രകാളി ദേവിയുടെ കടാക്ഷത്താൽ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്ന് തന്നെ പറയാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില അവസരങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ശക്തി കുറയുന്നതായി അനുഭവപ്പെടുന്നതാണ്. ഈ സമയം അമ്മയെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ശക്തി വന്നു ചേരും. നിങ്ങളുടെ മനസ്സിലേക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാകുന്നു. ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളാലാണ് ഇത്തരത്തിൽ പല അവസരങ്ങളിലും നിങ്ങളുടെ ശക്തി കുറയുകയോ അല്ലെങ്കിൽ മാനസികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ ഒരു അദൃശ്യ ശക്തി എപ്പോഴും നിങ്ങളെ കരകയറ്റുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. പല ദുർഘടമായ അവസരങ്ങളിലും ഇത്തരത്തിൽ ഒരു ശക്തി നിങ്ങൾക്ക് രക്ഷ നൽകുന്നതാണ്. അത് സാക്ഷാൽ ഭദ്രകാളി ദേവിയാണ് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് മാപ്പ് നൽകുവാൻ നിങ്ങൾക്ക് ഈ നിമിഷം സാധിക്കും. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് വിശ്വാസമാണ് അനിവാര്യമായി വേണ്ടത്. വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വലിയ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തിരിച്ചറിയുവാൻ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് സഹായകരമായി തീരും. പഴയ കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ച കാര്യങ്ങൾ ചിന്തിച്ച് തളർന്നിരിക്കാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതായ കാര്യങ്ങൾ സംഭവിക്കും. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളാകാം. അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളെ പലരും താഴ്ത്തി കെട്ടിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, അഥവാ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് മുൻപിൽ പരാജയങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾക്ക്
വന്ന് ഭവിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റങ്ങൾ വരും. അവർക്ക് മുൻപിൽ തലയുയർത്തി നടക്കുവാനുള്ള അവസരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്പസമയം നിങ്ങൾക്കായി തന്നെ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ചിന്ത ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇത് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെയധികം വർദ്ധിക്കും. രോഗത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതായത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ചികിത്സ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ തീർച്ചയായും അത് നേടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ സ്ഥിരതയാർന്ന വരുമാനം ലഭിക്കുവാനുള്ള അവസരങ്ങൾ ദേവീ കടാക്ഷത്താൽ വന്നു ചേരാം. ചൂഷണം ചെയ്യുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്നതായ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അത് ദേവിയായി നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അതിനാൽ അവരെ കൃത്യമായി മനസ്സിലാക്കി പെരുമാറുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ദേവിയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ വരാഹി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ വിചാരിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്ന് കിട്ടുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ഈ സമയം നിങ്ങൾക്ക് ഏത് കാര്യവും അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വരാഹി ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. ലാഭം വളരെയധികം വർദ്ധിക്കും. കുടുംബപരമായി നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. വാശിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഈ സൗഭാഗ്യങ്ങൾ, ദേവിയായി നൽകുന്ന ഈ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിന് വാശി കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ വാശിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വാശി മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വാശി എന്ന് പറയുമ്പോൾ അനാവശ്യമായ വാശിയാണ് ഉദ്ദേശിക്കുന്നത്. ആ വാശി മാറ്റിവെച്ച് പോയാൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. ദേവി നൽകുന്നതായ ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തോൽവി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന കാര്യം തന്നെയാകുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അടുത്ത ഒരു സുഹൃത്ത് നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ അവർ വിരോധിയായി മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കഷ്ടതകളോ ദുരിതങ്ങളോ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായും നിങ്ങൾ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്തരം അവസരങ്ങളിൽ വജ്രഘോഷമെന്നോ ദേവിയെ മനസ്സിൽ സ്മരിക്കുന്നതോ സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദേവിയായി തന്നെ ധൈര്യം നൽകുക തന്നെ ചെയ്യും. ദേവി ഒരു അജ്ഞാത ശക്തിയായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന കാര്യവും ഓർക്കുക. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആർക്കും നിങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. ആര് ശ്രമിച്ചാലും അവർ അതിൽ പരാജയപ്പെടും എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അധികം താമസമില്ലാതെ തന്നെ ചില ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ദേവിയുടെ കടാക്ഷത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാം. കഷ്ടതകൾ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. പ്രതീക്ഷ കൈവിടരുത് എന്ന കാര്യവും ഓർക്കുക. പല പരീക്ഷണങ്ങളും വന്നു ചേരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ നന്മയാൽ നിങ്ങൾക്ക് ദേവി ഉയർച്ച നൽകി അനുഗ്രഹിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ട്. അത് ഏവരും തിരിച്ചറിയുക തന്നെ ചെയ്യും. പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. ഭാഗ്യം വർദ്ധിക്കും.
കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വഴി തുറക്കപ്പെടുക തന്നെ ചെയ്യും. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുവാനും തീർച്ചയായും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വരാഹിദേവി അജ്ഞാത ശക്തിയായി പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങളും കഷ്ടതകളും മനക്ലേശങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ മാറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.